DCCയുടെ സമാരാധ്യനായ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ വേദിയിൽ ജില്ലയിലെ കോൺഗ്രസിന്റെ വലിയ നേതൃത്വം നിരന്നിരുന്നിരിക്കുകയാണ്. ഞാനതുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല. നേതാക്കളെ, എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, കേരളത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന ഒരു വലിയ വിഭാഗം സഹോദരിമാർ സമരമുഖത്താണ്. ആ സമരമുഖത്തോട് ദയാദാക്ഷിണ്യം കാണിക്കാൻ സാധിക്കാത്ത ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത്. ചോദിച്ച ചോദ്യത്തിനെല്ലാം ഉത്തരത്തിന്റെ ചോദ്യമല്ല അവർ മനസ്സിലാക്കുന്നത്. ഇവിടെ എന്തിനാണ് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത്? ശമ്പളം ലക്ഷങ്ങളിലേക്ക് വർദ്ധിപ്പിക്കാനല്ല, കഷ്ടിമുട്ടി ജീവിക്കാനുള്ള വക കിട്ടണം എന്നതാണ് അവരുടെ ആവശ്യം. നമുക്കറിയാം, 7000 രൂപയാണ് ഇവരുടെ ശമ്പളം. 7000 രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ ഒരു ദിവസം 233 രൂപ. ഒരു 3-4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ ഈ 233 രൂപ കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ. വലിയ തൊഴിലാളി വർഗത്തോട് പ്രീതി പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ ഇവിടെ അധ്വാനിക്കുന്ന തൊഴിലാളികൾ പട്ടിണി കിടക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാടില് അശാന്തി നിലനിൽക്കും. അശാന്തി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാറണം. ഇടതുപക്ഷ സർക്കാർ തീരുമാനം മാറ്റണം. തീരുമാനം മാറ്റുന്നില്ല എങ്കിൽ മാറ്റുന്നത് വരെയുള്ള സമരമുഖം ഇടതുപക്ഷ സർക്കാർ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പരസ്യമായി പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും അത് തുടരുന്നു, ആവർത്തിക്കുന്നു. ഈ സമരം അവസാനിപ്പിക്കില്ല. സഹോദരിമാരുടെ സമരത്തോടൊപ്പം ഒട്ടി നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു. മനുഷ്യത്വം കാണിക്കാത്ത ഒരു സർക്കാർ. ഞാൻ ചോദിക്കട്ടെ, അർദ്ധരാത്രി മഴ പെയ്യുമ്പോ ഒരു ചെറിയ പന്തലിട്ട പന്തൽ രാത്രി പോലീസുകാർ അത് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റി മഴയെ തിരിക്കേണ്ട ഗതികേട് ഈ കൊച്ചു കേരളത്തിൽ ഒരു തൊഴിലാളി വർഗത്തിന് അങ്ങനെ ഒരു അവസരം ഉണ്ടാകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കോ? നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കോ? അതൊരു പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണമാണോ? അതല്ല വലിയ സമ്പന്നന്മാരുടെ ഒരു സർക്കാർ വീര്യമാണോ എന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഞാൻ ഇടതുപക്ഷ സർക്കാരോട് പറയട്ടെ, നിങ്ങൾ എത്രയോ ആളുകൾക്ക് ശമ്പളങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് KV തോമസ് എന്ന് പറയുന്ന കോൺഗ്രസുകാരനെ ഇടതുപക്ഷത്തിന്റെ ഒരു ഏജന്റായി കേരള ഹൌസിൽ അദ്ദേഹത്തിന് ജോലി കൊടുത്തിട്ടുണ്ട്. ശമ്പളം എത്രയെന്നറിയാമോ നിങ്ങൾക്ക്? 11 ലക്ഷത്തിലേക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. എന്തായാലും ജോലി കാലുമാറി രാഷ്ട്രീയത്തിൽ നിന്ന് CPM-ലേക്ക് പോയി. ആ CPM-ലേക്ക് പോയിടത്ത് നിന്ന് അദ്ദേഹത്തിന് കേരളത്തിന്റെ ഒരു പ്രതിനിധിയുടെ ഒരു സ്റ്റാറ്റസ് കൊടുത്ത് 11 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്ന ഈ നാടിൽ രാവു പകല് അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നിങ്ങൾ കൊടുക്കുന്നത് 333 രൂപ എന്ന് പറയുമ്പോ ഈ രാജ്യത്ത് തൊഴിലാളി വർഗത്തിന് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? തൊഴിലാളി വർഗത്തിന് ഈ സർക്കാരിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അത് ഉൾക്കൊള്ളാനും ക്ഷേമിക്കാനും സാധിക്കുമോ? അതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യാഘാതം ഗൗരവതരമായി മാറിക്കൊണ്ടിരിക്കുമ്പോ ഇടതുപക്ഷ സർക്കാർ ന്യായമായി ബുദ്ധിപൂർവമായ തീരുമാനമെടുത്ത് നമ്മുടെ തൊഴിലാളി വർഗത്തിന് ആശാ സമൂഹത്തിന് അവർക്ക് ആവശ്യമായ അവർക്ക് അർഹതപ്പെട്ട ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് സമരം അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇല്ല, ഈ സമരം ഈ നേട്ടം കൈവരിക്കുന്നത് വരെ ഈ കേരളത്തിൽ UDF-ന്റെ നേതൃത്വത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സമരവുമായി ഞങ്ങൾ മുൻപോട്ട് പോകും എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രഖ്യാപനത്തെ
കേരളത്തിലെ ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.